إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أوصيكم عباد الله ونفسي بتقوى الله فقد فاز المتقون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുകയും അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്ത് നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന നാളിൽ നമ്മെ ഏവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മുടെ വീടുകളിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ ഒരു പുതിയ ആരവങ്ങൾ ഉയരുന്ന വേളയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മുടെ മക്കൾക്ക് വേനലവധി തുടങ്ങിയിരിക്കുകയാണ്. അവരുടെ ചിരിയും അവരുടെ കളിയും നിറഞ്ഞ 2 മാസങ്ങളാണ് നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്. ഈ സമയത്ത് രക്ഷിതാക്കൾ എന്ന നിലക്ക്, മാതാപിതാക്കൾ എന്ന നിലക്ക്
ഏറെ ആലോചിക്കേണ്ടുന്ന സമയം കൂടിയാണ്. നമ്മുടെ മക്കൾ നമുക്ക് ആരാണ്? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വെറും ഒരു സമ്പാദ്യമല്ല മക്കൾ. മറിച്ച് നമ്മുടെ മക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച പദം ഖുർറത്തു അഅ്യുൻ എന്നാണ്. അവർ നമ്മുടെ കൺകുളിർമകളാണ്. അവരെ കണ്ടാൽ അവരുടെ സ്വഭാവ പെരുമാറ്റങ്ങളിലൂടെ നമുക്ക് ആനന്ദകരമാകണം, നമുക്ക് സന്തോഷം നൽകണം. നമുക്ക് അവരെ കാണുമ്പോൾ കൺകുളിർമയാകണം. നാളെ നാം മരിച്ചു മണ്ണണിഞ്ഞാലും ഈ ദുനിയാവിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബാക്കിയാകുന്ന നമ്മുടെ ഏക പ്രതീക്ഷയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞു പോകും, 3 കാര്യങ്ങൾ ഒഴികെ. അതിലൊന്നാമത്തേത് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സച്ചരിതനായ ഏറ്റവും സ്വാലിഹായ നല്ല മക്കളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് ആ മക്കൾ എവിടെയാണ്? അവർ നമ്മുടെ കൂടെയുണ്ടോ? അതോ സ്ക്രീനുകൾക്ക് മുന്നിൽ, ആ സ്ക്രീനുകൾക്കുള്ളിലെ ഏതോ മായാലോകത്ത് അതിന്റെ തടവിലാക്കപ്പെട്ടിരിക്കുകയാണോ അവരെന്നത് നമ്മൾ ആലോചിക്കേണ്ട സമയമാണ്. ഈ ഒരു അവധിക്കാലം നമ്മുടെ മക്കളെ ആ ഡിജിറ്റൽ തടവറയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അവരെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് നടത്താനുള്ള ഏറ്റവും സുവർണമായ അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഒഴിവു സമയവും ആരോഗ്യവും എന്നത് അല്ലാഹുവിന്റെ 2 വലിയ അനുഗ്രഹങ്ങളാണ്. അതൊരു മനുഷ്യനെ സംബന്ധിച്ച് ഒഴിവു സമയം എന്നത് എല്ലാ സമയത്തും എല്ലാ ദിവസവും അല്ലെങ്കിൽ അവന്റെ ആയുസ്സിൽ എപ്പോഴും കിട്ടുന്ന ഒന്നല്ല, അപൂർവമായി കിട്ടുന്നതാണ്. അതുപോലെ അല്ലാഹു നൽകിയ നിഅമത്താണ് ആരോഗ്യമെന്നത്. ഒരു മനുഷ്യൻ എല്ലാ സമയത്തും ആരോഗ്യവാനാകണമെന്നില്ല. ഈ 2 നിഅമത്തുകൾ അത് അല്ലാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ മക്കളുടെ ഈ ഒഴിവു സമയം അല്ലാഹു നൽകിയ വലിയൊരു നിഅമത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്. മനുഷ്യരിൽ അധിക പേര് അവർക്ക് നൽകിയ ഈ 2 നിഅമത്തുകളെ കുറിച്ച്, ഈ ആരോഗ്യത്തെയും ഈ സമയത്തെക്കുറിച്ച്, ഒഴിവു സമയത്തെക്കുറിച്ച് അവർ അശ്രദ്ധരാണ് എന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മളും നമ്മുടെ മക്കളും അല്ലാഹു നമുക്ക് നൽകിയ ഈ ഒഴിവു സമയവും ആരോഗ്യവും 2ഉം കൂടി ലഭിക്കുന്ന പ്രായമാണ് കൗമാരപ്രായം, യുവത്വം എന്നത്. അത് 2നെയും ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിന് രക്ഷിതാക്കൾ എന്ന നിലക്ക് മക്കളുടെ ഈ ഒഴിവുകാലം എങ്ങനെ അവർ വിനിയോഗിക്കണമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. ഒഴിവു സമയത്ത് വെറുതെ നേരം പോക്കിന്റെ പേരിൽ, ഗെയിമുകളുടെ പേരിൽ അതിനെ പാഴാക്കി കളയാൻ പാടില്ല. ഒഴിവു സമയത്ത് പാഴാക്കുന്നത് പരലോകത്ത് വലിയ നഷ്ടമായിരിക്കും.
അള്ളാഹുവിന്റെ മുന്നിൽ നാം ഓരോരുത്തരും ആ ഒഴിവു സമയത്തെ കുറിച്ചും ആരോഗ്യത്തെ കുറിച്ചും കൃത്യമായി റബ്ബിന്റെ മുന്നിൽ നമ്മൾ ഓരോരുത്തരും മറുപടി പറയേണ്ടി വരും. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദി യൗമൽ ഖിയാമ ഹത്താ യസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാഹു. 5 കാര്യങ്ങളെ കുറിച്ച് നാളെ പാരത്രിക ലോകത്ത് ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടാതെ ഒരാൾക്കും അവന്റെ കാലടികൾ മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ ഉംരിഹി ഫീമാ അഫ്നാഹു, അവന്റെ ആയുസ്സും ആരോഗ്യവും എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നതാണ്. അല്ലാഹു നമുക്ക് നൽകിയ ആയുസ്, ആ ആയുസ് എന്തിനാണ് നമ്മൾ ചെലവഴിച്ചത്? 10, 20, 30, 40, 50, 60 വയസ്സ് വരെ ജീവിച്ചിട്ട് അതും അതിലപ്പുറവും നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് ആ ആയുഷ്കാലം എന്തിനാണ് നീ ചെലവഴിച്ചത് എന്ന് റബ്ബിനോട് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരും. അത് ബോധ്യപ്പെടുത്തി കൊടുക്കാതെ ഒരാളുടെയും കാൽപാദങ്ങൾ നാളെ ഖിയാമത്ത് നാളിൽ മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ നമ്മുടെ ആയുസ്, ആ ആയുസ്സും അതിന്റെ കൂടെ ആരോഗ്യവും, ഈ 2 കാര്യങ്ങളും നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ അല്ലാഹു നൽകിയ വലിയ ഉത്തരവാദിത്തമാണ്, വലിയ അമാനത്താണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ കാണാം, മക്കൾ അല്ലാഹു നൽകിയ അമാനത്താണ്. അവരെ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കുക എന്നത് ഓരോ രക്ഷിതാവിന്റെയും ഏറ്റവും പരമപ്രധാനമായ കടമയാണ് എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം അല്ലാഹു പറഞ്ഞതായി വിശുദ്ധ ഖുർആനിന്റെ 66-ാം അധ്യായം സൂറത്തുൽ തഹ്രീമിലെ 6-ാമത്തെ വചനം ഉദ്ധരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും അഹ്ലുകാരെയും ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ്. സ്വന്തം തടിയെ രക്ഷപ്പെടുത്താനല്ല പറഞ്ഞത്, സ്വന്തം തടിയെ രക്ഷപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളുമായി ബന്ധപ്പെടുന്ന നിങ്ങളുടെ അഹ്ലുകാരെ, കുടുംബക്കാരെ രക്ഷപ്പെടുത്തണമെന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ ഈ പള്ളിയിൽ ഉള്ളിലിരിക്കുന്നത് കഠിനമായ ചൂട് സഹിക്കവയ്യാതെ നല്ല കുളിർമയാകുന്ന എയർ കണ്ടീഷന്റെ താഴെയാണ് നമ്മൾ ഇരിക്കുന്നത്. ചൂട്, ഈ ദുനിയാവിലെ ചൂട് സഹിക്കാൻ വയ്യാത്തതിന്റെ പേരിൽ പുറത്തേക്കിറങ്ങിയാൽ പലരും പല രീതിയിൽ എന്തൊരു ചൂടാണ്, സഹിക്കാൻ കഴിയുന്നില്ല എന്ന രീതിയിലുള്ള സംസാരങ്ങൾ നമ്മൾ ഓരോരുത്തരും നടത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നരകത്തിൽ നിന്നുള്ള ചൂടിന്റെ ഒരംശം മാത്രമാണ് ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്നത്. നാളെ പരലോകത്ത് നരകത്തിന്റെ ചൂട് എന്നത് ഇതിനേക്കാളും 70 ഇരട്ടിയായി. ആ ചൂട് നമുക്ക് താങ്ങാൻ സാധ്യമല്ല, അതൊരിക്കലും നമുക്ക് സഹിക്കുകയില്ല. നമ്മുടെ വീടിന് തീ പിടിച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മുടെ അടുക്കള ഭാഗത്ത് നിന്ന് തീയും പടരുന്നത് നമ്മൾ കാണുകയാണ്. നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ മക്കളുണ്ടാകും, ഭാര്യയുണ്ടാകും, കുടുംബക്കാരുണ്ടാകും, എല്ലാവരെയും വിളിച്ചുണർത്തി നമ്മൾ ആ വീട്ടിൽ നിന്ന് വേഗം രക്ഷപ്പെടും, പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുക. കാരണം ആ തീയിൽ കിടന്ന് എന്റെ മക്കളും എന്റെ ഭാര്യയും എന്റെ മാതാപിതാക്കളും എന്റെ കുടുംബക്കാരും അതിൽ അകപ്പെട്ടു പോകരുത് എന്ന ഒരു ജാഗ്രത നമുക്കുണ്ട്, അവരോടുള്ള സ്നേഹമാണ്. എന്നാൽ ഒരാൾ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്, അവരൊക്കെ അവിടെ കിടന്നോട്ടെ, ഞാൻ നല്ല രക്ഷപ്പെടാമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ എന്താണ് പറയുക?
പ്രിയമുള്ളവരെ, നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ. മക്കൾ സുബഹിക്ക് വരാതിരുന്നാൽ അവരവിടെ ഉറങ്ങിക്കോട്ടെ, സുഖമായി നല്ല നിദ്രയിലായിക്കോട്ടെ, അവർക്കത് ഞാൻ വിളിച്ചാൽ ഒരു പ്രയാസമാകും എന്നതല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ പള്ളിയിൽ വരുമ്പോൾ, നമ്മൾ നന്മയിലേക്ക് പോകുമ്പോൾ, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ മക്കളെയും ആ നന്മയിൽ കൂടെ കൂട്ടാൻ പ്രത്യേകിച്ചും ഈ ഒഴിവു സമയം നമ്മൾ കണ്ടെത്തണം. 5 വക്ത് നമസ്കാരങ്ങൾക്ക് നമ്മൾ പരിശീലിച്ചെടുത്ത, റമദാനിൽ പരിശീലിച്ചെടുത്ത ജമാഅത്ത് നമ്മൾ തുടർന്നു പോകുന്നവരാണ്. അത് പള്ളിയിലേക്ക് വരുമ്പോൾ മക്കളെ നമ്മൾ സ്കൂളിന്റെ പേരിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, മറ്റ് ട്യൂഷനുകളുടെ പേരിൽ നമ്മൾ അവരെ കൂടെ കൂട്ടാൻ സാധിക്കാറില്ല. എന്നാൽ ഇപ്പോ അവധിക്കാലമാണ്, അവരെയും കൂടെ കൊണ്ടുവരാൻ സാധിക്കണം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അലി റളിയല്ലാഹു പറഞ്ഞതായി കാണാം, അല്ലിമുഹും വഅദ്ദിബുഹും, അവർക്ക് അറിവ് പകർന്നു കൊടുക്കണമെന്നാണ്. മക്കൾക്ക് ദീനീ ബോധം ഉണ്ടാക്കി കൊടുക്കണം. ആരാണ് അല്ലാഹു എന്ന് ചോദിച്ചാൽ റബ്ബിനെ കുറിച്ച് കൃത്യമായി പറയാൻ നമ്മുടെ മക്കൾക്ക് അറിയുമോ എന്നത് നമ്മൾ ആലോചിക്കണം. സയൻസിന്റെയും അതുപോലെ മറ്റു വിഷയങ്ങളുടെയും ആ വിഷയങ്ങളിലുള്ള അവഗാഹങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ മണിമണിയായി ഉത്തരം പറയുന്ന നമ്മളുടെ മക്കൾ ആരാണ് പിതാവ് എന്ന് ചോദിച്ചാൽ, ആരാണ് റബ്ബെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് സഹോദരങ്ങളെ ആ മക്കളെ കുറിച്ച്, ആ മക്കൾ ഉണ്ടായിട്ട് നമുക്ക് എന്ത് കാര്യമാണ്? ആരാണ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ പ്രവാചകൻ ആരാണ് എന്ന് പറയാൻ, ആരാണ് സഹാബത്ത് എന്ന് ചോദിച്ചാൽ ആ സഹാബത്ത് സഹിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും അത് പറയാൻ, അശ്റത്തുൽ മുബശ്ശിരീൻ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ സ്വർഗാവകാശികളായ 10 സ്വഹാബികളുടെ പേരുകൾ അത് എണ്ണി പറയാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ മക്കൾക്ക് സാധിക്കുമോ? നമ്മൾ ഇഷ്ടപ്പെടുന്ന കളിക്കാരുടെ പേരുകൾ ചോദിച്ചാൽ ആ കളിക്കാരുടെ പേര് മാത്രമല്ല അവരുടെ കുടുംബ പരമ്പര, അവരുടെ ഹിസ്റ്ററി മുഴുവൻ പറയാൻ നമ്മുടെ മക്കൾക്കറിയാം. സഹോദരങ്ങളെ, ആലോചിക്കണം, നമ്മുടെ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടാണ് നമ്മളും നമ്മുടെ മക്കളും സഞ്ചരിക്കുന്നത് എന്നത് ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതാണ്. അതേപോലെ അറിവ് എന്നത് ഇസ്ലാമികമായ അറിവ് പകർന്നു കൊടുക്കുന്നതോടൊപ്പം അദബുകൾ പഠിപ്പിച്ചു കൊടുക്കണം, മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് മര്യാദ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രത്യേകിച്ചും പുതിയ തലമുറക്ക്, ന്യൂജൻ എന്ന് പറയുന്ന പുതിയ സമൂഹത്തിന് യാതൊരു നിലക്കുമുള്ള അദബില്ല, യാതൊരു മര്യാദയുമില്ല. ആരോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ല, ഉപ്പയോട് പെരുമാറേണ്ട രീതി എന്താണെന്നറിയില്ല, ഉമ്മയോട് എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല, മുതിർന്നവരോട് പെരുമാറേണ്ടുന്ന രീതി അറിയില്ല. സഹോദരങ്ങളെ, അത് വെറുതെ കിട്ടുന്നതല്ല. മാതാപിതാക്കളിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. നമ്മെ കണ്ട് വളരുന്ന മക്കൾ നമുക്കറിവില്ലെങ്കിൽ നമ്മുടെ മക്കൾക്കും അതവുണ്ടാകില്ല. അതുകൊണ്ട് കൃത്യമായി ആ വിഷയത്തിൽ ഈ അവധിക്കാലത്ത് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള അതിന് നമ്മൾ തയ്യാറാകണം. അതുപോലെ പ്രിയമുള്ളവരെ, പ്രത്യേകിച്ചും ഇത് നമ്മുടെ മക്കൾ സ്ക്രീനുകളുടെ മുന്നിലാണ്. അതിനൊരു നിയന്ത്രണമുണ്ടാകണം. സ്ക്രീൻ ഉപയോഗിക്കണ്ട എന്നല്ല, മൊബൈലുകളും അതുമായി ബന്ധപ്പെട്ട ആധുനികമായ സൗകര്യങ്ങൾ അത് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുമ്പോൾ അവർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതുകൂടെ നാം അറിഞ്ഞിരിക്കണം. അശ്ലീലങ്ങൾ കാണാൻ, തോന്നിവാസങ്ങൾ കാണാൻ, സമയം കളയുന്ന ഗെയിമുകളും അതുപോലെ യാതൊരു ഉപകാരമില്ലാത്ത ബുദ്ധിയെ തന്നെ തകർത്ത് കളയുന്ന രീതിയിലുള്ള ആ നിലക്കുള്ള ഗെയിമുകൾ കളിക്കുന്നതിന് ആണോ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നത്? അതല്ല, ഖുർആൻ പഠിക്കാൻ, പ്രാർത്ഥനകൾ പഠിക്കാൻ, പ്രവാചകന്റെ ചര്യകൾ പഠിക്കാൻ, ദീനിയായ ഇസ്ലാമികമായ മര്യാദകളും അതവുകളും പഠിക്കാൻ, ഇങ്ങനെ അതിനു വേണ്ടിയാണോ നമ്മുടെ മക്കൾ സ്ക്രീനുകൾ ഉപയോഗിക്കുന്നത് എന്നത് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ മക്കളുടെ ഒഴിവു സമയം എന്നത് ആ ഒഴിവു സമയം കവർന്നെടുക്കുന്നത് സ്ക്രീനുകളാണ്.
അതുകൊണ്ടാണ് ആധുനിക ലോകത്തെ പഠനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സ്വന്തമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അവർക്ക് പാടില്ല എന്നാണ്. അത് ചെറുപ്പത്തിലെ അതിലുള്ള ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഇന്നെന്താണ് അവസ്ഥ? 16 വയസ്സല്ല, 5 വയസ്സാകുമ്പോഴേക്ക് 10 വയസ്സാകുമ്പോഴേക്ക് സോഷ്യൽ മീഡിയകളിൽ, യൂട്യൂബുകളിൽ, ഫേസ്ബുക്കുകളിൽ, അതുപോലെയുള്ള മറ്റ് ആധുനിക സംവിധാനങ്ങളിൽ സ്വന്തമായ അക്കൗണ്ടുകളുള്ള മക്കളാണ്. നമ്മളെക്കാളും മുൻപന്തിയിലാണ് ആ വിഷയത്തിൽ അവർ. ഇത് ആധുനികമായ പഠനങ്ങളാണ്. ഞാൻ വെറുതെ പറഞ്ഞ കാര്യമല്ല. ആധുനികമായ അമേരിക്കയെ പോലെയുള്ള അവിടുത്തെ സയന്റിസ്റ്റുകൾ കൃത്യമായി പഠനത്തിന് വിധേയമാക്കിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയ പോലെയുള്ള ലോക രാജ്യങ്ങൾ പോലും ഇത് നിരോധിക്കാൻ അവർ ഒരുങ്ങുന്നതായ വാർത്തകൾ പുതിയ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സൈബർ തട്ടിപ്പുകൾ, അശ്ലീലത എന്നിവ കാര്യങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ പ്രത്യേകമായ ഒരു ഇടപെടലുകൾ നമ്മുടെ രക്ഷിതാക്കളെന്ന നിലക്ക് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ക്രിയാത്മകമായ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാകണം. അത് ഒഴിവാക്കുന്നതോടൊപ്പം അവരെ ഒരു പണിക്കും വിടാതെ വെറുതെ ആക്കുകയില്ല. അതിന് പകരം ബദൽ സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തണം. സ്ക്രീൻ ജീവിതത്തിൽ നിന്ന് മക്കളെ മോചിപ്പിച്ച് അവരെ വായനാശീലങ്ങൾ ശീലിപ്പിക്കണം. അതുപോലെ പഴയ കാലത്തെ പോലെ നമ്മളൊക്കെ വളർന്നു വന്ന ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന മൈതാനങ്ങളിലേക്ക് പറഞ്ഞയക്കണം. അത് അവരുടെ ശാരീരികമായ ആരോഗ്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. ഇന്നത്തെ മക്കൾക്ക് ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാൽ, ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാൽ അത് താങ്ങാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു ചെറിയ ഉപദേശം നൽകുമ്പോഴേക്ക്, ഒന്ന് ശാസന നൽകുമ്പോഴേക്ക് അവർ ആത്മഹത്യയിലേക്ക് പോകുന്നത്. ആത്മവിശ്വാസമില്ല. നേരെ മറിച്ച് ശാരീരികമായ ആരോഗ്യം വീണ്ടെടുക്കുന്നതിലൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ അത് കാരണമാകുമെന്നതാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിലെ മഹാരഥന്മാരുടെ വളർച്ചയ്ക്ക് പിന്നിൽ അവരുടെ രക്ഷിതാക്കളുടെ കൃത്യമായ പ്ലാനിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഷാഫി റഹിമഹുല്ലയെ അറിയാത്തവരായി ലോകത്താരുമില്ല. അദ്ദേഹം വളർന്നു വന്നത് അനാഥനായിട്ടാണ്. ഉപ്പയില്ലാതെയാണ് അദ്ദേഹം വളർന്നു വരുന്നത്. അനാഥനായിട്ടും തന്റെ മകനെ ഒഴിവു സമയം അറിവിന് വേണ്ടി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന്റെ ഉമ്മ മക്കയിലേക്ക് തിരിച്ചുവിടുകയാണ്. അവിടെ പോയി ഇസ്ലാമികമായ പഠനങ്ങൾ, യാത്രയിൽ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു. 7ാമത്തെ വയസ്സാകുമ്പോഴേക്ക് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. 10ാമത്തെ വയസ്സായപ്പോഴേക്ക് ലോകം കണ്ട വലിയ വലിയ ഹദീസ് ഗ്രന്ഥങ്ങൾ മനഃപ്പാഠമാക്കുകയുണ്ടായി. നമ്മുടെ മക്കൾക്കും സാധിക്കാത്ത ഒന്നല്ല ഇത്. ആ നിലക്ക് വളർത്തിയെടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ മക്കൾക്കും ഖുർആൻ പഠിക്കാൻ, ഹദീസുകൾ പഠിക്കാൻ, ഇസ്ലാമികമായ കർമ്മങ്ങൾ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ സമ്മർ, ഈ വെക്കേഷൻ എന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥി ഘടകങ്ങൾ, ഇഷ്ടം സ്റ്റുഡൻസിനെ പോലെയുള്ള വിദ്യാർത്ഥി ഘടകങ്ങൾ കൃത്യമായി അവർ ചെയ്യേണ്ടുന്ന സമ്മർ വെക്കേഷൻ കാലഘട്ടത്തിൽ ചെയ്യേണ്ടുന്ന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മൾ എത്ര പേരറിയുന്നു? നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകാം. ഈ വെക്കേഷനിൽ ട്യൂഷൻ സെന്ററുകൾ എവിടേക്ക്, ആരൊക്കെ, ഏതെല്ലാം രീതിയിൽ കോച്ചിങ് സെന്ററുകൾ തുടങ്ങിയതൊക്കെ നമുക്ക് അന്വേഷിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എന്റെ മകന്, എന്റെ മകൾക്ക് ഈ അവധിക്കാലത്ത്, ഈ വെക്കേഷൻ സമയത്ത് ഇസ്ലാമിനെ കുറിച്ച് ബോധമുണ്ടാക്കാൻ, ഖുർആൻ പഠിക്കാൻ, ഹദീസുകൾ പഠിക്കാൻ, ഇസ്ലാമികമായ ചരിത്രങ്ങളിൽ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ച പൂർവികരായ സലഫുകൾ
കുട്ടികളുടെ ജീവിത ചരിത്രങ്ങൾ പഠിക്കാൻ എവിടെയാണ് സൗകര്യമുള്ളത് എന്നത് നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ സഹോദരങ്ങളെ നമ്മുടെ മക്കൾ നന്മയിൽ നല്ലവരായി മാറാൻ സാധിക്കും? അതാണ് നമ്മളെ ശരീരത്തെ മാത്രം രക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമില്ല. നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ മക്കളെ ആ നരകത്തിൽ നിന്ന്, ജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നത് ഗൗരവത്തോടുകൂടി ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിനുള്ള പ്ലാനിങ്ങുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സമയം വൈകിയിട്ടില്ല എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. ഇന്ന് മുതൽ അതിനുള്ള ക്രിയാത്മകമായ സംവിധാനങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്നത് അന്വേഷിക്കുകയും ആ ക്യാമ്പുകളിലേക്കും അത്തരം സംവിധാനങ്ങളിലേക്കും നമ്മളെ മക്കളെ കൊണ്ടെത്തിക്കുക എന്നത് നമ്മൾ പ്രതിജ്ഞാബദ്ധരായി അതിന് ഒരുങ്ങുക എന്നതാണ് ഈ ഒരു അവസരത്തിൽ ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മക്കളെയും ആ നിലക്ക് ദീനിയായ ചിട്ടയോടുകൂടി വളർന്നുവരുന്ന നല്ലൊരു പുതിയ തലമുറയ്ക്ക് വേണ്ടി, നല്ലൊരു ഭാവിക്ക് വേണ്ടി, അതോടൊപ്പം നാളെ പരലോകത്ത് നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരായ നല്ലവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പറഞ്ഞു വന്നത്, ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ കൂടുതൽ ദീനിന്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ അവർക്ക് മാതൃകകളായിരിക്കും. നമ്മൾ അവർക്ക് റോൾ മോഡലായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ മക്കളോട് നമ്മൾ ഉപദേശിക്കുമ്പോൾ, മക്കളോട് നമ്മൾ സ്ക്രീനിന്റെ മുന്നിൽ നിന്ന്, ഫോണിന്റെ മുന്നിൽ നിന്ന് മാറാൻ പറയുമ്പോൾ, രക്ഷിതാവ് എന്ന നിലക്ക് ആദ്യം സ്ക്രീനിന്റെ സമയം കുറയ്ക്കേണ്ടത് നമ്മളാണ്. സലഫുകൾ പറഞ്ഞതായി കാണാം, കുട്ടികളെ നന്നാക്കുന്നതിന് മുമ്പ് സ്വന്തം തെറ്റുകൾ നമ്മൾ തിരുത്തണം. കാരണം കുട്ടികളുടെ കണ്ണുകൾ രക്ഷിതാക്കളെയാണ് പിന്തുടരുന്നത്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും മക്കൾ ചെയ്യുക. നമ്മൾ എന്താണോ സംസാരത്തിൽ പറയുന്നത്, നമ്മൾ അശ്ലീലങ്ങളാണോ സംസാരിക്കുന്നത്, അതായിരിക്കും മക്കൾ വലുതായി വന്നാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ പള്ളിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മക്കളും പള്ളിയിലുണ്ടാകും. നമ്മൾ നന്മയുടെ കൂടെയാണ് എങ്കിൽ അവർ നന്മയുടെ കൂടെയായിരിക്കും. നമ്മൾ മക്കൾക്ക് മാതൃകകളായിരിക്കണം. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ വേഷവിധാനങ്ങളിൽ, നമ്മുടെ വിശ്വാസങ്ങളിൽ, നമ്മുടെ ആചാരങ്ങളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ, എല്ലാ രംഗങ്ങളിലും നമ്മൾ മക്കൾക്ക് നല്ലൊരു മാതൃക, റോൾ മോഡലായിരിക്കണം. വെറും ഉപദേശകന്റെ റോൾ മാത്രമായിരിക്കരുത്. ഉപദേശിക്കുമ്പോൾ അത് ഉപദേശിക്കുവാനുള്ള അർഹത രക്ഷിതാവ് എന്ന നിലക്ക് നമുക്കുണ്ടോ എന്നതാണ് നമ്മൾ ഓരോരുത്തരും ആദ്യം ആലോചിക്കേണ്ടത്. ഇല്ലെങ്കിൽ അതിന് അർഹത നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കണം. അതോടൊപ്പം ഈ അവധിക്കാലത്ത് കൃത്യമായ പ്ലാനിങ് നമുക്കുണ്ടായിരിക്കണം. ഈ അവധിക്കാലം വെറുതെ കടന്നു പോകാൻ പാടില്ല. ഇതിനായി ചില നിർദ്ദേശങ്ങൾ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി സമയം അത് ക്രമീകരിക്കണം. നമ്മുടെ ഉറക്കം, ആരാധനകൾ, കളി, വായന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം അത് ഷെഡ്യൂൾ ചെയ്യണം. കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം. ഇത്ര സമയം ഉറങ്ങും, എന്റെ ആരാധനകൾ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇത്ര സമയം ഖുർആൻ പാരായണം ചെയ്യും, ജമാഅത്ത് കേൾക്കുക, ഞാൻ പള്ളിയിൽ പോകും, ഇത്ര സമയം കളിക്കും,
ഇന്ന സമയത്ത് ഞാൻ വായിക്കും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്തു വെക്കണം. അത് വെറുതെ അങ്ങനെ കളഞ്ഞു പോകരുത്. രണ്ടാമതായി കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ സാധിക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മുടെ ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് സിലത്തു റഹീം, കുടുംബ ബന്ധം ചേർക്കുക എന്നത് അത് ഏറെ പുണ്യമുള്ള കാര്യമാണ്. കുടുംബ വീടുകൾ സന്ദർശിക്കുവാനും ബന്ധങ്ങൾ പുതുക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബക്കാർ ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇന്ന ആളുകളൊക്കെ ഇന്ന രീതിയിൽ നമ്മുടെ ബന്ധുക്കളാണ് എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണം. അതിന് നമ്മൾ ഈ അവധിക്കാലത്ത് ആഴ്ച ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ ഓരോ കുടുംബത്തിലൊക്കെ ഒന്ന് പോയി സന്ദർശനം നടത്തണം. അതുപോലെ തന്നെ ആഴ്ചയിൽ 1 മണിക്കൂർ ഫോൺ, നമ്മുടെ മൊബൈൽ ഫോണുകൾ നമ്മുടെ വീടുകളിലുള്ള മാതാപിതാക്കൾ, രക്ഷിതാക്കളടക്കം എല്ലാവരും പൂർണ്ണമായും സ്വിച്ച് ഓഫ് ചെയ്ത് മക്കളോടൊപ്പം അവരോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം. ഗുണമേന്മയുള്ള നല്ല നല്ല ഗെയിമുകൾ, നല്ല നല്ല കളികൾ മക്കളോടൊപ്പം കളിക്കാൻ, അതൊക്കെ എന്ത് രസമുള്ളതാണ്, എത്ര ആനന്ദകരമാണ്. മുമ്പൊക്കെ നമ്മുടെ വീടുകളിൽ അങ്ങനെയായിരുന്നു. കൂട്ടുകുടുംബമൊക്കെ ആയ സമയത്ത് ആ നിലക്കായിരുന്നു നമ്മുടെ കുടുംബങ്ങൾ നല്ല രസമുള്ള കുടുംബങ്ങളാണ്. ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. എന്റെ മുന്നിലിരിക്കുന്നത് പ്രായമുള്ള എന്നെക്കാളും ആ വിഷയത്തിൽ അറിവുള്ള ആളുകളാണ്. ആ നിലക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വീടകങ്ങളെ ആ നിലക്ക് നമ്മൾ മൊബൈൽ സ്ക്രീനുകളിൽ നിന്ന് മാറ്റിവെച്ച് 1 മണിക്കൂറെങ്കിലും, ഒരു ദിവസമെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും അതിന് നമ്മൾ സമയം ചെലവഴിക്കുക. അതുപോലെ പള്ളിയുമായുള്ള ബന്ധം നമ്മുടെ കുട്ടികളെ കൂടുതൽ അതിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരിക. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ ജമാഅത്തുകളിൽ മക്കളെ കൂടെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക. ചെറിയ പ്രായത്തിലെ കുട്ടികളെ നമ്മൾ നന്നാക്കിയെടുത്താൽ അവർ നന്നാകും. കുറെ വലുതായിട്ട് നന്നാക്കാമെന്ന് വിചാരിച്ചാൽ നന്നാവുകയില്ല. ഒരു ചെടി വളർന്നു വരുമ്പോൾ, ചെറുതാകുമ്പോൾ അതിന്റെ തണ്ട് ഇളം പ്രായത്തിൽ എങ്ങോട്ടാണ് വളർത്തുന്നത് അങ്ങോട്ടത് വളയും. കുറെ വലുതായി വലിയ മരമായി കഴിഞ്ഞാൽ പിന്നെ വളയൂല. അതേപോലെ നമ്മുടെ മക്കൾ ഇളം പ്രായത്തിൽ നമ്മൾ എങ്ങോട്ടാണോ അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്, നന്മയുടെ ഭാഗത്തേക്കാണെങ്കിൽ അവർ നന്നാവും. കുറെ വലുതായതിനു ശേഷം പിന്നെ ഉപദേശങ്ങളൊന്നും അവരുടെ ചെവികളിലേക്ക്, അവരുടെ ഹൃദയങ്ങളിലേക്ക് ചെല്ലുകയില്ല. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജമാഅത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയാകുന്ന മക്കളായി വളരണം. നമ്മുടെ കണ്ണിലുണ്ണികളായി വളരണം. സ്ക്രീനിന്റെ തടവറകളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ഈ ഒരു അവധിക്കാലത്ത് നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെയും നമ്മുടെ മക്കളെയും അവരുടെ ദീനിന്റെ മാർഗത്തിൽ വളർന്ന് ആ ദീനനുസരിച്ച് ജീവിക്കുന്ന നല്ല മക്കളായി, നല്ല കുടുംബങ്ങളായി മാറ്റുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെയും നമ്മുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബക്കാരെയും എരിപൊരിക്കൊള്ളുന്ന നരകത്തിന്റെ ഭീകരമായ അവസ്ഥകളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണ റഹ്മാനെ. അല്ലാഹുവേ, നാളെ ഒരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും മറ്റൊരു വിഭാഗം സ്വർഗത്തിലേക്കും പോകുമ്പോൾ ആ നരകക്കാരിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണ റഹ്മാനെ. സ്വർഗത്തിലേക്ക് പോകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണ റഹ്മാനെ. അർശിന്റെ തല നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരും വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങളെ നീ അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരനുഭവിക്കുന്ന വേദനകൾക്ക്, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് സ്വർഗം നീ പകരം നൽകണ റഹ്മാനെ. അല്ലാഹുവേ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. ഹലാലായ സമ്പാദ്യങ്ങളിലൂടെ, നല്ല മാർഗങ്ങളിലൂടെ കടങ്ങളെ വീട്ടുവാനുള്ള വഴി നീ കാണിച്ചു കൊടുക്കണ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണ റഹ്മാനെ. മുസ്ലിം ലോകത്തിന് സമാധാനം നൽകണ റഹ്മാനെ. ശത്രുക്കളുടെ കുൽസിതമായ
ഇസ്ലാമിക ലോകത്തിനെ ആക്രമിക്കുന്ന അത്തരം കാര്യങ്ങളിൽ നിന്ന് നീ അവരെയും ഞങ്ങളെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ശത്രുക്കളുടെ പതനം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.